ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത്. ഇത് ഒരാളല്ല, ആള് രണ്ടാളുണ്ടാവണം. ഈ ലോക്കൽ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം, അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഇരുമ്പിളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ മോഷണം നടന്നു. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. 26 പവനോളം സ്വർണമാണ് കവർന്നത്. മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മുകളിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയത്. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഒരു 12 മണി കഴിഞ്ഞതിൻ്റെ ശേഷം 4 മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഐഡിയയിൽ ഈ ബാക്ക് സൈഡ് കൂടെയാണ് ഇത് പാർട്ടി വന്നിട്ടുള്ളത്. ഇത് ഒരാളല്ല, ആള് രണ്ടാളുണ്ടാവണം. ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോറ് തുറക്കാനും അവർ ശ്രദ്ധിച്ചു. പക്ഷേ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടതിൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല. അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാല്, ആ ഗ്രില്ല് ഒരു എന്തോ പാറ കമ്പി കൊണ്ടോ എന്തോ ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത്. സ്കെൽറ്റായിട്ടുള്ള ഒരാളായിരിക്കും. കുറച്ചൊരു 50-55 കിലോ ഉള്ളവന് കടക്കാൻ കഴിയില്ല. അതിലും കുറഞ്ഞ ഒരാൾക്ക് അതിൽ കൂടെ കടക്കാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണത്. അപ്പോൾ ഇത്രയും ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ? എന്നിട്ട് അവിടെ നിന്ന് കടന്നിട്ടാണ് ഈ 3 റൂം തുറന്നു നോക്കി. 3 റൂമിലും ആൾ കിടക്കുന്നുണ്ട്. 2 റൂമിൽ, ഒരു റൂമിൽ ആളില്ല. അപ്പോൾ പിന്നെ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ആ വാതിലാണ് പിന്നെ ഇവിടെ തുറന്നിട്ടുള്ളത്. അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. 2-3 സ്ഥലത്തായിട്ടായിരുന്നു വരുന്നത്. അത് ഏതായിരുന്നാലും ഒക്കെ പെറുക്കി. 2 പെൺകുട്ടികളെ 2 പാർസളം, മറ്റുള്ള ഒരു കൈച്ചെയിനും, അങ്ങനെ ഒരു 10-26 പവൻ്റെ ഏതാണ്ട് കിട്ടി ഓലിക്ക്. പിന്നെ ഇതിൽ വേറൊരു ഗുണമുണ്ട്. എന്താ വിചാരിച്ചാൽ ഇവിടെ ഈ സൈഡിൽ എവിടെ കളവ് കിടക്കാനും കളവ് കിടക്കാൻ പറ്റും. കാരണം അത് പരിചയമുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംബഡി ന്യൂസ് ഇവിടെ അടുത്തുള്ള ഈ ലോക്കൽ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം, അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു. ഈ ട്രെയിൻ ഇതിൽ കൂടെ പോകുന്ന ഇതിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും ശബ്ദം നടന്നാൽ തന്നെ അറിയില്ല. ഈ വലിയ ട്രെയിനൊക്കെ സ്പീഡിൽ ഗുഡ്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരന്നെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഒരു ജർക്കിങ് കൊണ്ട് കാണും. അപ്പോൾ ഇവർക്ക് ഇതറിയില്ല. നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിലാണ്, ബിറ്റ്വീൻ 2 hourൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ സംഭവം. അത് ഇപ്പോൾ പോലീസുകാരൊക്കെ വന്ന് അവർ വിരലടയാളം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ പോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വരും. അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുത്തെ വീട്ടുകാരനെയും ഞാൻ ഇവിടുത്തെ ഒരു കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ ഇവിടെ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പെരിയിലത്തെ 2 ആളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എൻ്റെ പേര് സെയ്തലവി, ഞാൻ മൂർക്കനാടാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.